ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പരിചിന്തനത്തിന് ശേഷം കുർബാനയുടെ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് കുർബാനയുടെ ആരംഭത്തിലെ നമ്മൾ ആലപിക്കുന്ന ഗീതം അന്നാ പെസഹ തിരുനാളിൽ നിന്ന് ആരംഭിക്കുന്ന ഗീതത്തിൻ്റെ അർത്ഥമാണ്. സുറിയാനി ഭാഷയിൽ ആണല്ലോ നമ്മുടെ കുർബാന ക്രമം. ഈ കുർബാന ക്രമത്തിൽ, സുറിയാനി ക്രമത്തിൽ ഈ ഗാനത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്നത് പുഗ്ദാനുകോൻ എന്നുള്ള ഒരു പ്രസ്താവനയാണ് കാർമികൻ്റേത്. പുഗ്ദാനുകോൻ എന്ന സുറിയാനി പദത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൽപ്പന എന്നാണ്. നമ്മുടെ സാമൂഹിക ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പൊതു ആഘോഷത്തിന് വരുമ്പോൾ സമൂഹത്തിൻ്റെ സമ്മതം ചോദിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് കാർമികൻ അല്ലെങ്കിൽ മുഖ്യ സംവിധായകൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് സമൂഹത്തോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഈ സമൂഹത്തെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവരിക, ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്നുള്ള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുന്ന വിശ്വാസി സമൂഹത്തോട് കാർമികൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൽപ്പന, നിങ്ങൾ ഏത് കൽപ്പന അനുസരിച്ചാണ് വന്നത്, അല്ലെങ്കിൽ ആരുടെ കൽപ്പന അനുസരിച്ചാണ്? അപ്പോൾ സമൂഹം പറയും, പുഗ്ദാനിയത് മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സുറിയാനി ഭാഷയിൽ കാച്ചി കുറുക്കിയ വാക്കുകളാണ് പുഗ്ദാനുകോൻ, പുഗ്ദാനിയത് മിശിഹ. നിങ്ങളുടെ കൽപ്പന, ഞങ്ങളുടെ കൽപ്പന മിശിഹായുടെ കൽപ്പനയാണ്. അത്രയുമേ ഉള്ള പ്രാർത്ഥനയിൽ. ഈ പ്രാർത്ഥനയുടെ അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഗീതത്തിൽ നമ്മൾ പരിഭാഷപ്പെടുത്തി ആലപിക്കുന്നത്. അതിപ്രകാരമാണല്ലോ, അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ. അപ്പോൾ ആ കൽപ്പന ഏത് കൽപ്പനയാണെന്ന് ചോദിച്ചു, മിശിഹായുടെ കൽപ്പനയാണെന്ന് പറഞ്ഞു. ആ കൽപ്പനയുടെ പശ്ചാത്തലമാണ് നമ്മൾ ആദ്യത്തെ ലൈനിൽ കാണുന്നത്. അന്ന് ആ പെസഹ തിരുനാളിൽ എന്നാണ് ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ അവസാന നാളുകളിലെ അവസാന അത്താഴവേളയിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ അന്ന് അവിടുന്ന് തൻ്റെ സ്ലീഹന്മാർക്ക് നൽകിയ കൽപ്പന. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് നമ്മൾ ഈ കൽപ്പന കാണുന്നത്. അവിടെ അന്ത്യത്താഴവേളയിൽ ഈശോ അപ്പം എടുത്ത് ദൈവത്തെ വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അതിനോട് കൂടെ അവിടുന്ന് കൂട്ടിച്ചേർത്തു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. സുവിശേഷങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ കൽപ്പന കാണുന്നത്. തുടർന്ന് പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതുമ്പോൾ 11-ാം അധ്യായത്തിൽ ഇത് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മറ്റ് 3 സുവിശേഷങ്ങളിലും ഈ കൽപ്പന നമ്മൾ കാണുന്നില്ല. കൽപ്പന കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ്. അത് അപ്പം മുറിക്കലിനോട് ബന്ധപ്പെട്ടുമാണ്. അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പണത്തെ ലൂക്ക വിശേഷിപ്പിക്കുന്നതും അപ്പം മുറിക്കലെന്നാണ്. ആദിമസഭയിൽ പൊതുവായിട്ട് അത് അറിയപ്പെട്ടിരുന്നതും അപ്പം മുറിക്കലെന്നാണ്. അപ്പോൾ അവിടെ നൽകിയിരുന്ന ഈശോ നൽകിയ കൽപ്പനയായിരുന്നു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ ആ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്നാണ് സമൂഹം പറയുന്നത്. അല്ലെങ്കിൽ ആ കൽപ്പനയെ ഓർമ്മിപ്പിക്കുകയാണ് കാർമികൻ ചെയ്യുന്നത്, പുഗ്ദാനുകോൻ എന്ന് ചോദിക്കുമ്പോൾ. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ ശരീരമാക്കിയ ഈ അപ്പം, ഒരപ്പം, ഈ അപ്പമാണ് എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്നത്. ഈശോയുടെ ശരീരമാണ് സ്ലീഹന്മാർക്ക് എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്നത്. ഒരപ്പത്തിൽ നിന്ന് പങ്കുചേരുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ ശരീരത്തിൽ പങ്കുചേരുകയാണ്. മാമോദീസായിലൂടെ ഈശോയുടെ ശരീരത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട ഈ വിശ്വാസി സമൂഹം ഈശോയുടെ ശരീരത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ ആ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇതിന് സമാനമായ രംഗം വിവരിക്കുന്നത്. അവിടെ അന്ത്യത്താഴം വിവരിക്കുന്നില്ലെങ്കിലും ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്നതിന് ശേഷം ഈശോ നൽകുന്ന ഒരു കൽപ്പനയുണ്ട്. 13-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം തിരിച്ചറിയും. അപ്പോൾ ഈ കൽപ്പന കൂടി ഈ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുന്ന ആ കൽപ്പനയിൽ അന്തർലീനമാണ്. ഇനി നമ്മുടെ ഈ ഗീതത്തിലേക്ക് വരുമ്പോൾ തന്നെ, അപ്പോൾ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. തുടർന്ന് 2-ാം ഭാഗത്ത് അനുരഞ്ജിതരായി തീർന്നിടാം. എന്താണ് ഈ അനുരഞ്ജനവും ബലിയർപ്പണവുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരണം. അവിടെ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെട്ട് വന്നിട്ട് ബലിയർപ്പിച്ചാൽ മതി. നിനക്കെന്തെങ്കിലും വിരോധമുണ്ടെങ്കിലും നല്ല, നിൻ്റെ സഹോദരൻ എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെട്ടിട്ട് അനുരഞ്ജിതരായി തീർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം.
പുതിയൊരു നവമൊരു പീഠം ഒരുക്കിയിടാം. അപ്പോൾ അനുരഞ്ജനമില്ലാതെ ബലി അർപ്പിക്കരുത് എന്നുള്ളത് അസന്നിഗ്ധമായ ഭാഷയിൽ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ആ കൽപ്പനയും അനുസ്മരിച്ചുകൊണ്ടാണ് ഓരോ പരിശുദ്ധ കുർബാനയും നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ത്യത്താഴവേളയിൽ ഈശോ നൽകിയ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നുള്ള കൽപ്പന യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ പറയുന്ന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും എന്നുള്ള കൽപ്പന, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ അവിടെ ബലിവസ്തുവോടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കുക എന്നുള്ള ആ കൽപ്പന. ഈ കൽപ്പനകളെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിക്കുന്നത്. അനുരഞ്ജന മനോഭാവത്തോടെ ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.